ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്ന, അതായത് ബെഡ്റൂമിൻ്റെ കണക്ഷൻസും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമുമായിട്ട് അറ്റാച്ച് വരുന്ന സമയത്ത് എങ്ങനെയാണ് പൈപ്പിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൂടി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ബെഡ്റൂമിൻ്റെ ഏരിയയിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ, അത് ഡ്രസ്സിങ് ഏരിയയിൽ വരുന്ന പോയിൻ്റാണ് ഈ കാണുന്നത്. ഡ്രസ്സിങ് ഏരിയയാണ് ഈ വരുന്നത്, ബാത്റൂമിൻ്റെ സൈഡിൽ വരുന്ന ഡ്രസ്സിങ് ഏരിയ. അവിടെ മെയിനായിട്ടൊരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ കബോർഡ് കാര്യങ്ങൾ വരുന്നത്. കബോർഡിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു കണ്ണാടി കാര്യങ്ങളൊക്കെ, മിറർ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഡ്രസ്സിങ് ഏരിയയിൽ അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് നിന്ന് മാറ്റി ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ കബോർഡ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിനോട് ചേർന്ന് ബാത്റൂമിൻ്റെ എൻട്രൻസ് ആണ് വരുന്നത്. ബാത്റൂമിൻ്റെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫുൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രൻസിന് വരുന്ന ലൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് പുറത്തു നിന്ന് നമുക്ക് ലൈറ്റും എക്സോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പുറത്തുനിന്ന് വേണമെങ്കിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ബോർഡ് 2 സ്വിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 സ്വിച്ച് ബോർഡിൻ്റെ 2 മോഡ്യൂൾ ബോക്സാണ് നമ്മൾ പുറത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തന്നെ വാഷ് ബേസിൻ, കുളിക്കുന്ന ഏരിയ നമ്മൾ അങ്ങേ അറ്റത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഷ് ബേസിൻ ആദ്യമേ തന്നെ വരുന്നു. വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെള്ളം തെറിക്കാത്ത രീതിയിലുള്ളൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6 മോഡ്യൂളുടെ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ വാഷ് ബേസിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നതിന് ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻസ്, ഒരു ലൈറ്റ്, ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മൾ സീലിംഗ് ലൈറ്റിന് വേണ്ടി 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സീലിംഗ് ലൈറ്റിൻ്റെ 2 ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സോസ്റ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ പണ്ടത്തെ രീതിയെ അപേക്ഷിച്ച് നമ്മൾ സ്ക്വയർ ടൈപ്പിനെ അപേക്ഷിച്ച് റൗണ്ട് ടൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പൈപ്പ് ടൈപ്പാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. പൈപ്പ് ടൈപ്പ് ആകുമ്പോൾ 6 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കണ്ടാവും, റെഡിമെയ്ഡ് വരുന്ന 6 ഇഞ്ചിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ എക്സോസ്റ്റിന് വേണ്ടി കൊടുത്തു. ഏകദേശം 2 ഇഞ്ച് മുകളിൽ നിന്ന് താഴ്ത്തി വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് നമ്മുടെ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കൊണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ചോളം താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വേണം നിർബന്ധമില്ല, 2 ഇഞ്ചായാലും മതി. നമുക്ക് തേപ്പ് കഴിഞ്ഞ് നമുക്കൊരു 1.5 ഇഞ്ചെങ്കിലും കിട്ടണം. കാരണം എന്നാലും അതിൻ്റെ ബേസ് വരുന്നത് അത്രയും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എക്സോസ്റ്റ് പിടിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ വരുന്ന മെയിനായിട്ട് ഏരിയ, ഡ്രസ്സിങ് ഏരിയയിൽ വരുന്ന ഏരിയകളിൽ ലൈറ്റ്, പിന്നെ ഒരു മിറർ ലാമ്പ്, പിന്നെ വരുന്ന നമുക്ക് കബോർഡിൻ്റെ സിസ്റ്റത്തിൽ വേണമെങ്കിൽ ഒരു ലൈറ്റ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന മിറർ ലാമ്പ്, വാഷ് ബേസിൻ്റെ മുകളിൽ വരുന്ന മിറർ ലാമ്പ്, എക്സോസ്റ്റ്, വാട്ടർ ഹീറ്റർ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന വയറിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബാത്റൂമിൻ്റെയും ഡ്രസ്സിങ് ഏരിയയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day